ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി HCC എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിലുള്ള വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. സോ സം പർട്ടിക്കുലർ പോയിന്റിൽ ആ കമ്പനി ബാങ്ക്രപ്റ്റായിട്ട് സ്റ്റാഫിന് സാലറി കൊടുക്കാതെ ആ കമ്പനി എന്താ പറയുക പാപ്പരാണെന്ന് പറഞ്ഞിട്ട് കോടതി വിധിച്ചു, കമ്പനി പൂട്ടി. സോ ഇതെങ്ങനെ പറ്റി? ഈ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനീസിൽ എന്തുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടു, അതിൻ്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി മുംബൈയിലുള്ള വൺ ഓഫ് ദ ലീഡിങ് കമ്പനിയാണ്. ഇന്ത്യയിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയായിരുന്നു. അവിടെ ജോബ് കിട്ടുക എന്ന് പറയുന്നത് പല ആൾക്കാരുടെയും വളരെ ആഗ്രഹങ്ങളിൽ പെട്ടൊരു കാര്യമായിരുന്നു. എന്നിട്ട് അവിടെ ജോബ് കിട്ടി. അങ്ങനെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് HCCക്ക് ഒരു പ്രൊജക്റ്റ് കിട്ടി. ലവാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് കിട്ടിയത്. ഇറ്റ്സ് അറൗണ്ട് 13,000 CRൻ്റെ ഒരു പ്രൊജക്റ്റാണ്. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി എപ്പോഴും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് അവർ ആ ലെവലിലെത്തിയത്. ബട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഈ ലവാസയുടെ പ്രൊജക്റ്റിൽ അവരുടെ QS മേ ബി നോട്ട് ഫിറ്റ്. ഓക്കെ, അല്ലെങ്കിൽ അവർ ABC റീസൺസ് അവർ കോട്ട് ചെയ്ത കോസ്റ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 6,000 CR ആയിരുന്നു. ദ പ്രോബ്ലം ഈസ് 13,000 6,000 എന്ന് പറയുന്നത് വളരെ എന്താ പറയുക അണ്ടർ കോട്ടഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആയിരുന്നു. ദെൻ ആഫ്റ്റർ ദേ ഹാവ് തോട്ട് HCC വിചാരിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, പ്രൊജക്റ്റ് എടുത്തിട്ട് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ ഡിഫറെൻറ്റ് ക്ലെയിം ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് പൈസ വാങ്ങാം. അങ്ങനെ നമുക്ക് 13,000 CRലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവർ പ്ലാൻ ചെയ്തത്. ബട്ട് അവിടെയാണ് ഒരു കോൺട്രഡിക്ഷൻ വന്നു, ഡിസ്പ്യൂട്ട്സ് വന്നു, ആർബിട്രേഷൻ വന്നു. HCC ഫെയിലായി, പ്രൊജക്റ്റ് ക്ലോസായി. 100% ആയ ലവാസ എന്ന പ്രൊജക്റ്റ് ഫെയിലായി, ക്ലോസായി. HCC പറഞ്ഞു നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്രയും കോസ്റ്റിൽ നമുക്കതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റില്ല, ഫൈൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബാങ്ക്രപ്റ്റായി, പൂട്ടിപ്പോയി. സോ ഞാൻ ഈ കഥ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദ തിങ് ഈസ് ഒരൊറ്റ പ്രൊജക്റ്റ് കൊണ്ടാണ് ഒരു കമ്പനി പൂട്ടിപ്പോയത്. എന്തുകൊണ്ടാണ്? പ്രോപ്പർ കോസ്റ്റിംഗ് ഇല്ല, കാൽക്കുലേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? നല്ലൊരു പ്രൊഫഷണലായിട്ടുള്ള ക്വാണ്ടിറ്റി സർവേയർ ഇല്ല അവിടെ. അതുകൊണ്ടാണ് ഇത് പറ്റിയിട്ടുള്ളത്. ദ തിങ് ഈസ് ഇനീഷ്യലി ഒരു BOQ പ്രിപ്പയർ ചെയ്തിട്ട് കോസ്റ്റ് ഇടുന്ന സമയത്ത് ഇതൊരു 13,000 ലെറ്റ്സ് ഒരു 12,000 മാക്സിമം ഓഫ് 10% വേരിയേഷൻ ഉണ്ടായിക്കോട്ടെ. ഓക്കെ, എന്നാലും ഈ HCC എന്ന് പറഞ്ഞ കമ്പനിക്ക് പിടിച്ചേക്കാൻ പറ്റുക. ആൻഡ് എല്ലാ കാര്യങ്ങളിലും ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷനിലെ പ്രൊഫഷണൽസ് എത്തിക്സിൽ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല. സോ എങ്ങനെയൊക്കെ എവിടെയൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ള പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ആരാണ്? ഒരു ക്വാണ്ടിറ്റി സർവേയറാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഒരു ഗ്യാപ്പ് വന്നത് കൊണ്ടാണ് ഒരു കമ്പനി തന്നെ പൂട്ടിപ്പോയത്. വലിയ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാണ് അവിടെ പൂട്ടിപ്പോയിട്ടുള്ളത്. സോ ദ തിങ് ഈസ് ഒരു QS എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അവിടെയാണ് ഒരു സ്കിൽഡ് ആയിട്ടുള്ള QSൻ്റെയും അൺസ്കിൽഡ് ആയിട്ടുള്ള QSൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നിങ്ങൾക്കൊരു സ്കിൽഡ് ആയിട്ടുള്ള QS ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്പനിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നിങ്ങളെ കമ്പനിയിൽ ഒരു അസറ്റായി വരിക. അങ്ങനെ വരുന്ന അസറ്റായിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുക. അല്ലാത്തടത്തോളം കാലം ലെറ്റ്സ് ഇമാജിൻ HCCയിൽ ലവാസയിൽ പ്രൊജക്റ്റ് വർക്ക് ചെയ്തിട്ടുള്ളൊരു QS ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും ഒരു കമ്പനി അവരെ നോക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് മെയ്ഡ് സം മിസ്റ്റേക്സ് എന്നുള്ളതല്ലേ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ അപ്സ്കെയിൽ ചെയ്യുക, നിങ്ങളൊരു പ്രൊഫഷണൽ QS ആകുക. ട്രാൻസ്പെറൻ്റ് ആയിട്ട് എവിടെയൊക്കെ ക്ലെയിം ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ കോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും, ആവശ്യമില്ലാത്തടത്ത് പോയിട്ട് വള്ളിയും വലിയും എടുത്തിട്ട് വെറുതെ കമ്പനിക്ക് ഇല്ലാതാക്കാതെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. ഒരു പ്രൊഫഷണൽ QS ആവുക. ഒരു പ്രൊഫഷണൽ QSന് ഒരു കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഒരു കമ്പനീനെ വളർത്താൻ പറ്റും, വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. ഒരു പ്രൊഫഷണൽ QS അല്ലെങ്കിൽ കമ്പനി പൂട്ടിയും പോവും. ഓക്കെ, ഇതാണ് ഒരു QSൻ്റെ ഇമ്പോർട്ടൻസ്.